2 ദിവസങ്ങളിലായി 4 ബാൻഡിൽ 100ഓളം പാട്ടുകാരും കലാകാരന്മാരുമാണ് ഹലാജിദ്ദയിലേക്ക് ഒഴുകിയെത്തിയത്. അത് പ്രവാസികളുടെ വലിയൊരു ആഘോഷത്തിൻ്റെ കൂടി തുടക്കമായിരുന്നു. അതിൻ്റെ കാഴ്ചകൾ കൂടി കാണാം. വ്യത്യസ്തമായ പാട്ടിഷ്ടങ്ങളെ കണക്കിലെടുത്താണ് ഹലാജിദ്ദയിൽ 4 ബാൻഡുകളെ അവതരിപ്പിച്ചത്. സൗദിയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവൽ എന്ന വാക്ക് അന്വർത്ഥമാക്കുന്നതായിരുന്നു ഒഴുകിയെത്തിയ ജനം. വൈകുന്നേരത്തോടെ തമിഴ് മാപ്പിളപ്പാട്ട് ബാൻഡുകൾ ആദ്യ ദിനം കൊട്ടിക്കയറി. തമിഴിന്റെ ബാൻഡുമായി എത്തിയത് പ്രദീപ് കുമാറാണ്. സോൾഫുൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ. നീ കടന്നാൽ കാலை ஒளி வாசல் வரும் தோளில் நம்மை ஏந்தி கொள்ளும் நமக்கான நாள் வரும் காகு பூதி தன் மதன பூங்காவில் பச்சக்கரிம்பிന്റെ തുണ്ട് ഇവൾ പച്ചക്കരിമ്പിന്റെ തുണ്ട്. പിന്നാലെ മാപ്പിളപ്പാട്ടിന്റെ 7ാം ബഹറും കടന്ന് കണ്ണൂർ ഷരീഫും അനാർക്കലിയും അഫ്സലും. മാപ്പിളപ്പാട്ടിൽ ജിദ്ദ നഗരി നിറഞ്ഞാസ്വദിച്ചു. പരിപാടി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടെ കിടന്ന് പൊളിക്കായിരുന്നു, തിമർക്കായിരുന്നു പരിപാടി. മൊത്തം ആളുകള് നിറഞ്ഞു നിൽക്കായിരുന്നു. ഗ്രൗണ്ടും മൊത്തം ആളുകളായിരുന്നു. സൂപ്പർ പരിപാടി. രഹ്നയും ദാനയും ബാദുഷയും വേദിയിലെത്തി. ഒറ്റക്കും കൂട്ടായും 14ാം രാവിന്റെ നിലാവിൽ ഹലാജിദ്ദ നിമർത്ത ദിനം. രണ്ടാം ദിനത്തിലും ആദ്യ ദിനത്തിലെ അതേ തിരക്ക് നിറഞ്ഞെത്തിയ പ്രവാസി സമൂഹം ഹലാജിദ്ദയുടെ 2ാം ദിനവും സമ്പന്നമാക്കി. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ജസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അടിപൊളി. ഒന്നും താങ്ക് യു. എങ്ങനെ പറയേണ്ടതെന്ന് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര രസമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറൊരു രീതിയിൽ ഞങ്ങളൊരു സെറ്റ് ലിസ്റ്റ് മാറ്റി ചെയ്തൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ ശ്രേയോടൊപ്പം പെർഫോം ചെയ്യുന്ന എപ്പോഴും ഒരു സ്പെഷ്യലായിട്ടുള്ളതാണ്. എൻ്റെ ഏറ്റവും ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് ഒബ്വിയസ്ലി നല്ലതായിരിക്കും. ഇവിടെ ഞാൻ ജിദ്ദയിൽ മുന്നേ വരാത്തത്, സൗദിയിൽ തന്നെ മുന്നേ വരാത്തതുകൊണ്ട് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായില്ല. ഈ സ്ഥലം എങ്ങനെയായിരിക്കും, അതോ ഇവിടുത്തെ നാട്ടുകാരെങ്ങനെയായിരിക്കും, ഒന്നും എനിക്കൊരു ഇതില്ലെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാവരും മീഡിയ വണ്ണിൻ്റെ ടീം മൊത്തം നമ്മളെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിവിധ പരിപാടികൾക്കൊടുവിൽ രാത്രിയിലെത്തിയത് ഗീത് മൽഹാറും ഷാൻ റഹ്മാൻ ലൈവും. ശബ്ദവും ദൃശ്യവും ചേർന്നൊഴുകിയതായിരുന്നു ഷാൻ റഹ്മാൻ ലൈവ്. അടിപൊളി ഷോ ആയിരുന്നു. ഷാൻ റഹ്മാൻ ലൈവ് കോൺസെർട്ടോട് ജിദ്ദയിൽ വെച്ച് നടന്നത്. നമ്മളെല്ലാവരും പാട്ടിനൊപ്പം ഡാൻസും ഫുൾ ക്രൗഡ് ഡാൻസ് ചെയ്തു. ആൻഡ് ഭയങ്കര മെമ്മറബിൾ ആയിട്ടൊരു ഇവന്റ് ആയിരുന്നു. ഭയങ്കര രസമുള്ള ഷോ ആയിരുന്നു. ഷാനിക്കയുടെ ഒരുവിധം പാട്ടുകളിലൂടെയൊക്കെ ട്രാവൽ ചെയ്തു. അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ മെലഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഷാനിക്കയുടെ ഹൈ എനർജി സോങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ജിദ്ദയിൽ വന്ന ഹലോ ജിദ്ദയിൽ എല്ലാവരും എണീച്ച് നിന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാട്ടായാലും ഭയങ്കര സന്തോഷം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഷാൻ റഹ്മാൻ ലൈവ് ഒരു
ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഒരുപാട് സന്തോഷം. കുറേ അദ്ദേഹത്തിന് കുറേ നല്ല പാട്ടുകൾ പാടാൻ പറ്റി. ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ നല്ല സോങ്സ് സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് മീഡിയ വൺ മാധ്യമം എല്ലാവർക്കും താങ്ക് യു. ഇതിൻ്റെ ഓർഗനൈസേഴ്സ് എല്ലാവരും വെൽ ഓർഗനൈസ്ഡ് ഷോ ആയിരുന്നു. ഒരുപാട് സന്തോഷം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ജിദ്ദയിലെ ദ ബെസ്റ്റ് ഷോ എന്ന് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു നമ്മൾ ഹോൾ ടീമിനോട് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ആ ക്രൗഡ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൂടെ ഈ ലൈവ് ഇൻ കോൺസെർട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം. 2 ദിവസത്തിനുള്ളിൽ 50,000-ലേറെ പേർ കയറിയിറങ്ങിയ ഇന്ത്യൻ കാർണിവലായി ഫലത്തിൽ ഹലാജിദ്ദ മാറി. പരിപാടി അടിപൊളിയാക്കി. ഇനി പ്രതീക്ഷിച്ചതിൻ്റെ 200 മടങ്ങുണ്ടായിരുന്നു. നാട് നമ്മുടെ നാട് നല്ല വൈബാണ്, അടിപൊളി വൈബാണ്. ഷാനിക്കയുടെ പ്രോഗ്രാം സൂപ്പറായിരുന്നു. നല്ല രസമാണ്, എൻജോയ് ചെയ്യാൻ പറ്റി. പരിപാടി തകർത്തു. ഇന്നായിരുന്നു അടിപൊളിയായിരുന്നു.